സംസ്ഥാനത്ത് എവിടെ BJP വിജയസാധ്യതയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പാർട്ടി എന്ത് എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ട് അവിടെ ജയസാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും. അത് CPM ആണെങ്കിൽ CPM ആയിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ലീഗ് ആണെങ്കിൽ ലീഗ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സ്വതന്ത്രരായ സാമൂഹ്യ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ നേതൃത്വത്തിലും താഴെത്തലത്തിലുള്ള ജമാഅത്ത് പ്രവർത്തകരുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് സ്വതന്ത്ര പ്രസ്ഥാനമാണ്. അവരാണ് കൂടിയിരുന്ന് തീരുമാനമെടുക്കുക. ജമാഅത്തെ ഇസ്ലാമി സവിശേഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കൂല. അതിനെക്കുറിച്ച് ഞാൻ അതല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് പാർട്ടിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടാണ് സ്വീകരിക്കുക. പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജമാഅത്ത് പ്രവർത്തകരുടെ വോട്ട് BJPയെ പരാജയപ്പെടുത്താൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി CPM ആണെങ്കിൽ CPMനായിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനായിരിക്കും. സംസ്ഥാനത്ത് എവിടെ BJP വിജയസാധ്യതയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ പാർട്ടി എന്ത് എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വോട്ട് അവിടെ ജയസാധ്യതയുള്ള മതേതര പാർട്ടികൾക്കായിരിക്കും. അത് CPM ആണെങ്കിൽ CPM ആയിരിക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും, ലീഗ് ആണെങ്കിൽ ലീഗ് ആയിരിക്കും. അല്ലാത്തിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ സവിശേഷമായി ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടും സ്വീകരിക്കില്ല. അത് പാർട്ടിയാണ് സ്വീകരിക്കുക. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന തലമുണ്ട്, വിയോജിക്കുന്ന തലമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്നുള്ള തലത്തിൽ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലീഗിന്റെ കയ്യിൽ സംഭവിക്കുന്ന രാഷ്ട്രീയമായ വ്യതിചലനങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വിയോജിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDFനോടും വിയോജിച്ചിട്ടുണ്ട്, LDFനോടും വിയോജിച്ചിട്ടുണ്ട്. തത്വാധിഷ്ഠിതമാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലോ അല്ല ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി മാറിയതാണ് എന്നാണ് ലീഗ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ നിരന്തരം പറയുന്നത്. അതായത് അവരവരുടെ ഐഡിയോളജിയിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. ഞങ്ങൾക്കുണ്ടായ മാറ്റമില്ല. അങ്ങനെ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടല്ലേ പോണത് റയീസ്?